അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റാഗുളികാസ്. ടി വി സീരിയലായിരുന്നു ഞാൻ. വാ, ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടാകുന്ന നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു. ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്ത് പോയത്. അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്തോ ഇങ്ങനെ? അല്ലേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേയോടി എന്റെ പൊന്നു ദാക്ഷായണി. മോനോടി, ഞങ്ങൾ ഇപ്പൊ വരാം. കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. മൈ ഗോഡ്, എന്റെ ഈശ്വര. ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് തന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ, 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം.
ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ദേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അതെടുക്കാൻ പറ്റിയില്ല. ആ, വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. അവിടുത്തെ തിരക്കാണ്. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി സാർ കഴിക്കൂല. ഇല്ലേ? Stop it. കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ഉം? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി, ഇപ്പൊ വരി. 1 2 3 4 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. രണ്ടുപേരും. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമ ഫാമിലിയാണല്ലേ. ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സാറിനോട് അധികം പ്രസംഗം പറയൂടാ. രണ്ടെണ്ണം കൊടുക്കട്ടെ സാർ. ഇപ്പൊ കൊടുക്കണം. അവൻ കണ്ടുപിടിച്ചുകൊണ്ട് വരും, അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരുന്നു. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിലൊരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാൾ മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് അതിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. പോടാ, പോടാ, വണ്ടി ഇട്. ആ. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. സാറേ വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ ഇയാളെ ചോദിച്ചു കൊല്ലും. കയ്യെന്ന് വിടറ. സച്ചേ മോനെ, സച്ചേ, സച്ചു മോനെ, സച്ചിനെ, സച്ചേ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ബ്രദർ, ഗെറ്റ് റെഡി. ഗുരു, മാജിക്കലാമ്പ ഇതാ കസേരയായിരിക്കും. അല്ല, ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈ കൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. ഈ പില്ലോ 1 2 4 ആട്ടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശ കലക്കി.
ബെസ്റ്റ് ടൈമിംഗ്. പൂത്തി. എന്താ എന്താ ഒന്നുമില്ല. പോടാ. പള്ളി കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ എന്താ എന്താടാ അവിടെ പോയി കിടക്കണം. ഓ ഇതിന്റെ അടിയിലുമില്ല. സച്ചി വിളിച്ചു. കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചു നോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചു നോക്ക്. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനും അല്ല. വേണ്ട വേണ്ട, കൊല്ലക്കുടിയിൽ സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി ജോജി അയ്യോ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ. സച്ചിൻ.